പണിമുടക്ക് ദിനത്തിലെ പണിമുടക്കുകളെ കണ്ട കേരളത്തിന് എന്തുകൊണ്ടും മാതൃകയാണ് വർക്കലയിലെ നടയറ നിവാസികൾ. എല്ലാവരും ഒത്തൊരുമിച്ച് തീരുമാനിച്ചതോടെ പണിമുടക്ക് നടയറയിൽ പണിയെടുപ്പായി മാറി. കടകമ്പോളങ്ങളെല്ലാം തുറന്നു പ്രവർത്തിച്ചു. വാഹനങ്ങൾ നിരത്തിലോടി. ഓട്ടോറിക്ഷകൾ സർവീസ് നടത്തി. എല്ലാം പതിവ് പോലെ. ഒരു 4-5 വർഷങ്ങൾക്ക് മുമ്പ് കൂടിയ സർവകക്ഷി യോഗത്തിൽ മുഴുവൻ പാർട്ടിയുടെ പ്രതികളും നേതാക്കളും ഒരുമിച്ച് ചേർന്ന് ഇവിടുത്തെ മഹലിൻ്റെ കൂട്ടായ്മകളും പൊതുജനങ്ങൾ ഒട്ടുമിക്ക മേഖലകളിലുള്ള എല്ലാ സംഘടനകളുടെയും പ്രാതിനിധ്യത്തോടുകൂടി ഒരു മീറ്റിംഗ് നടത്തുക. മീറ്റിംഗിൽ വെച്ച് ഹർത്താലുകൾ, നിരന്തരം വരുന്ന ഹർത്താലുകൾ ഒഴിവാക്കപ്പെടേണ്ടതുണ്ടെന്നും ഈ നാടിന് ഒരു പൈതൃകം പോലെ അത് കാത്തു സൂക്ഷിക്കണമെന്നുള്ള ഒരു ആഹ്വാനം വരികയും അത് പൊതുവായി അംഗീകരിക്കപ്പെടുകയും ചെയ്തു. എന്നെ സംബന്ധിച്ച് പറയുന്നത്, ഞാനൊരു ട്രേഡ് യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. എൻ്റെ ട്രേഡ് യൂണിയൻ ഈ പണിമുടക്കിൽ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ നാടിൻ്റെ വികാരത്തിനോടൊപ്പം നിൽക്കുക എന്ന് പറയുന്ന ഒരു വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞാനും എന്നെ പോലുള്ള രാഷ്ട്രീയ പ്രവർത്തകർ മുഴുവൻ പേരും സംഘടന ഒന്നും തന്നെ മാറ്റം വരുത്താത്ത വിധത്തിൽ എന്ത് പരിപാടി വന്നു കഴിഞ്ഞാലും നടയറ സമിതികളും പുറത്തുള്ള ആളുകൾ വന്നു കഴിഞ്ഞാൽ പട്ടിണി കൂടാതെ കഴിയുന്നവരും ഇവരുടെ തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവരും സാഹചര്യം ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് ഈ നാടിൻ്റെ ഒരു അഭിമാനം. ഇതൊരു കൂട്ടായ്മയുടെ വിജയമാണെന്നാണ് നടയറ നിവാസികൾക്ക് പറയാനുള്ളത്. ഇതുപോലുള്ള ഹർത്താലുകളും മറ്റുമൊക്കെ ഇവിടെ ബാധിക്കത്തുമില്ല. ഇവിടെ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഒറ്റക്കെട്ടായിട്ട് തന്നെ എതിർക്കുകയും ഈ നാടിന്റെ വികസനത്തിന് വേണ്ടി എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണ്. അതിൽ ജാതി മത വ്യത്യാസമോ രാഷ്ട്രീയമോ കോൺഗ്രസ് എന്നോ CPM എന്നോ BJP എന്നോ PDP എന്നോ ലീഗെന്നോ അങ്ങനെ ഒന്നുമില്ല. എല്ലാവരും വ്യത്യസ്ത രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും ഒരുമിച്ച് ഇതുപോലുള്ള ഹർത്താലുകളെ നേരിടും. പണിമുടക്കൊക്കെ എന്ത് എന്നാണ് നടയറ നിവാസികളുടെ ചോദ്യം. ഇതിലും വലിയ ഹർത്താലുകൾ നടയറയെ ബാധിച്ചിട്ടില്ല. പിന്നല്ലേ പണിമുടക്ക്. ആരൊക്കെ പണിമുടക്കിയാലും ഞങ്ങൾ പണിയെടുക്കും. ഇതാണ് നടയറ നിവാസികൾക്ക് സാംസ്കാരിക കേരളത്തോട് പറയാനുള്ളത്. ജനം, തിരുവനന്തപുരം.